അപ്പം ആയ, ദോശ ആയ, ചപ്പാത്തി 3 ആയില്ല. അപ്പൊ പൊറോട്ട ഇട്. അടിച്ച് മുരിച്ച് ഇങ്ങനെ പൊങ്ങിയിരിക്കണം. ഇവിടെ ഒന്നും ആയിട്ടില്ല. എന്തെങ്കിലും പഞ്ചസാര ശർക്കര എന്തെങ്കിലും എടുത്തോണ്ടോ? വിശക്കുന്നു. പൊറോട്ട റെഡി. പുല്ല് അടിച്ചു വെച്ചിരുന്ന പൊറോട്ട എല്ലാം ഇപ്പൊ തിന്ന് തീർക്കും. കോഴി കൊത്തി തിന്നുന്നാണക്കല്ലേ ഇരുന്ന് തിന്നുന്ന ആസിട്ടാ. നീ ഇന്ന് പൊളി കച്ചവടമായിരിക്കും കടയിൽ. എന്തൊക്കെ നീ നിന്റെ ഉമ്മാര് വീണ്ടും വിളിച്ചു വരുത്തിയ? അവന്മാർ വന്നു കയറിയാണ്, ഞാൻ വിളിച്ചില്ല. അന്നൊരു മുട്ടയിലടിച്ച് ഓടിക്കണം. ഈ മൈദമാവ് തിന്നോണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഉമ്മാര് പോയത്. നിന്റെ ഒന്ന് വീട്ടിൽ ആഹാരം വെക്കത്തില്ലടാ. അല്ല, ഫ്രണ്ട്സ് കഫേ എന്ന് കേട്ടപ്പോ ഫ്രണ്ട്സിനുള്ള ഫാദേഴ്സ് കഫേ കേട്ടോ. നീ അച്ഛനെ കൊണ്ട് വരുമോ? ഓ ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കാൻ മോള്. നീ അധികം കൂടെ എടുത്ത് തിന്ന്. ഒരുത്തനുണ്ടല്ലോ അവന്തിയെ കൂട്ടുകാരെയും കൊണ്ട് വന്ന് കയറി. എന്തിനാ നീ അറ്റൻഷൻ അടിക്കുന്ന? നീ എന്റെ കൂട്ടുകാരി ഒന്ന് ഒഴിവാക്കി. ഞാൻ ഈ ഹോട്ടൽ എങ്ങനെയും നടത്തിക്കൊണ്ട് പോയിട്ട് ഇറങ്ങിപ്പോ. അല്ല, ഞാനും എന്റെ വാപ്പയും അവിടെ അന്നദാനവും നടത്തുന്നില്ല. ഭയങ്കര മോശം കേട്ടോ കടയിലെ ഫുഡ്. ഇപ്പൊ ഈ ബീഫിനൊക്കെ നല്ല കട്ടിയുണ്ട് കേട്ടോ. നാളെ തൊട്ട് മൈദമാവിൽ ബീഫ് ഉണ്ടാക്കി തരാം. ഒരു രസമില്ല അതിന്. അല്ലെങ്കിൽ ഒരു രസം വരണ്ടേ? പിന്നെ വേറെ നാട്ടുകാർ നമ്മളെ ഹോട്ടലിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടില്ല. അതെന്ത് പറ്റി? ഈയൊക്കെ രാവിലെ വന്ന് ഈ പൊറോട്ട കലത്തിൽ തലയിട്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ തീരായിരിക്കും? 15 പൊറോട്ട 18 ബീഫും കഴിച്ചതിന് നീ ഇങ്ങനെ കണക്ക് പറയുന്നടാ. എത്ര രൂപ? പൈസ എത്ര രൂപയാടാ? 3500 രൂപ. അല്ല, നീ എനിക്ക് തരാനുള്ള 3500 കൊടുറാ. വിനായക, നീ എനിക്ക് തരാനുള്ള 3500 അവനോട്. അശ്വര, എനിക്ക് തരാനുള്ള 1000 കൊടുക്ക്. 3500 നാളെ കിട്ടിയാ പോരെ? നാളെ നിന്റെ മേശപ്പുറത്ത് ഇരുന്ന് തിളങ്ങും. ആ ടിഷ്യൂ പേപ്പർ ഉണ്ടടാ നിന്റെ കടയിൽ? പേപ്പർ അല്ലടാ വെട്ടി തരുന്നത്. കണങ്ങല്ലേ? അടിപൊളി കറിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൈസ ഒന്നും ഇല്ലാത്തോണ്ടല്ലേടാ നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്നത്. നമുക്ക് ആരുണ്ടോ ഫുഡ് തരാൻ വേണ്ടി? പൈസ ഇല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കണം. കണ്ടോണ്ട കടയിൽ കയറിയിരുന്നല്ല നിരങ്ങാനുള്ള. നീ കണ്ടവനാണ് നമുക്ക്. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലടാ നമ്മളാ. പിന്നല്ല, നീ ഒരു തേങ്ങ ഇല്ല. എനിക്ക് നിങ്ങളെ പേടിയാണ്.